നമസ്കാരം. ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിലും ലലീഗയിലും സംഭവങ്ങളൊക്കെ ഇന്നലെ നടന്നു. ബാർസലോണ തോറ്റു ലീഗിൽ. നമ്മൾ നോക്കാൻ 2025 അതിന് ശേഷമുള്ള ഫസ്റ്റ് ലോസ് ആണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ഇന്നലെ സെവിയനെ തോപ്പിച്ചു. ആർസണൽ ഇന്നലെ ന്യൂകാസിലിന് അഗേൻസ്റ്റ് ജയിച്ചു. സെക്കൻഡ് സ്പോട്ട് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആക്കി. അതിനേക്കാളെല്ലാം ഉപരി നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത് ഇന്റർ മിലാൻ നാപ്പൊളി ഈ രണ്ട് ടീമിനെ കുറിച്ചാണ്. നാപ്പൊളി ഇന്നലെ പാർമയായിട്ട് 0-0 ഡ്രോ പിടിച്ചേ. ഇന്റർ മിലാനും നാപ്പൊളിയും തമ്മിൽ ഒറ്റ പോയിന്റ്സ് ഗ്യാപ്പ്. നാപ്പൊളി പാർമ 0-0 ഡ്രോയിൽ പിരിഞ്ഞു. ഇന്റർ മിലാൻ അഗെയിൻസ്റ്റ് ലാസിയോ ആയിരുന്നു സാൻസിറോയിൽ 2 തവണ ലീഡ് എടുത്തതും ഇന്റർ മിലാൻ കൊണ്ട് കളഞ്ഞു. ബിസക്ക് ടു ഇന്റർ മിലാൻ ഫസ്റ്റ് ലീഡ് എടുത്തു. പെഡ്രോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ പെഡ്രോ ഈക്വലൈസ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ഗോൾ നമ്മൾ നോക്കാനായിട്ട് മെറ്റാലുള്ള ഡംഫേഴ്സ് ത്രൂ സെറ്റ് പീസിലൂടെ ഹെഡർ ഫിനിഷ് ചെയ്ത് ഡംഫേഴ്സ് സെക്കൻഡ് ഗോൾ അടിച്ചു. കളി ഇന്റർ മിലാൻ ജയിക്കും എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് ലാസ്റ്റ് ബിസക്ക് ഒരു പെനൽറ്റി കൺസീഡ് ചെയ്യുന്നു. പെഡ്രോ വീണ്ടും സ്കോർ ചെയ്തുകൊണ്ട് 2-2 ആക്കുകയാണ്. ബട്ട് ഇന്റർ മിലാൻ വെർ സോ ക്ലോസ് ടു ടേക്കിംഗ് ദ ലീഡ്. അർണട്ടോവിച്ചിന്റെ ലാസ്റ്റ് മൊമെന്റ് ആ ഒരു സിറ്റർ മിസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സിറ്റർ മിസ്, എങ്ങനെ പുള്ളി അത് മിസ് ചെയ്തെന്ന് അറിയത്തില്ല. ഒരു സിറ്റർ സാധനം മിസ്. അതിനുശേഷം അർണട്ടോവിച്ച് തന്നെ ഒരു ഗോൾ വീണ്ടും സ്കോർ ചെയ്തു ആഡ് ഓൺ ടൈമിൽ. ഇത് രണ്ടും നടക്കുന്ന ആഡ് ഓൺ ടൈമിൽ, പക്ഷെ അത് ഓഫ് സൈഡ് ആയ കാരണം റൂൾ ഔട്ട് ചെയ്യുകയും ചെയ്തു. പെഡ്രോ 10 ഗോളായിട്ടുണ്ട് ഈ സീസൺ ലാസിയോയ്ക്ക് വേണ്ടി. ലീഗിൽ 29 കളി കളിച്ചാൽ 6 കളി സ്റ്റാർട്ടറായിട്ടുള്ളൂ. പെഡ്രോ 37-ാം വയസ്സിൽ ഒരു 1.5 റണ്ണിലാണ്. എനിക്കൊന്ന് ഈ സീസൺ എൻഡിൽ അയാൾ ഫ്രീ ഏജന്റും ആണെന്ന് തോന്നുന്നു. ഹാറ്റ്സ് ഓഫ് ടു പെഡ്രോ. ഈ ഏജിലും അതും സിരിയ പോലത്തെ ഒരു ടഫ് ലീഗിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് സിരിയയുടെ കാര്യത്തിലോട്ട് പറയുമ്പോഴേക്കും ഫോട്ടോ ഫിനിഷ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേയിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സിരിയയിൽ നടക്കാൻ പോകുന്നത് ഇന്റർ മിലാൻ ലാസ്റ്റ് മാച്ച് വോണ്ട് ബി ഈസി. കോമോ എവയാണ്. അതേസമയത്ത് നാപ്പൊളിക്ക് ഹോം മാച്ചാണ്. കാഗ്ലറി ആയിട്ട്. നാപ്പൊളി ക്ലിയർ ഫേവറേറ്റ്സ്. 1 പോയിന്റ്സ് ഗ്യാപ്പാണുള്ളത്. ഇന്നലെ ഇന്റർ മിലാൻ ജയിക്കുമായിരുന്ന 2 പോയിന്റ് ലീഡ് എടുത്തേനെ. ഇന്നലെ നാപ്പൊളി ജയിക്കുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് സ്കുഡാറ്റോ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയാണ് നാപ്പൊളി. നാപ്പൊളിക്ക് ലാസ്റ്റ് കാഗ്ലറി, ഇവർക്ക് ഇന്റർ മിലാൻ ലാസ്റ്റ് കോമോ എവേ. 1 പോയിന്റ് ലീഡും നാപ്പൊളിക്കുണ്ട്. നാപ്പൊളിയുടെ കയ്യിലാണ്. നാപ്പൊളി ആർ ദ ക്ലിയർ ഫേവറേറ്റ്സ് ടു വിൻ ദ ലീഗ്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാര്യങ്ങൾ എങ്ങനെ പോകുന്ന അറിയത്തില്ല. ഇന്നലെ ഇന്റർ മിലാൻ ഈസിലി മേ ബി ഗെയിം മാനേജ് ചെയ്യായിരുന്നു. ചാൻസുകൾ മിസ് ചെയ്തു. അപ്പുറത്ത് ലാസിയോയും ചാൻസുകൾ ഇഷ്ടംപോലെ ക്രിയേറ്റ് ചെയ്തു. ലാസിയോക്കാണ് XGയുടെ കാര്യത്തിലും മറ്റൊക്കെ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ലാസിയാണ്. ഇന്റർ മിലാൻ ലീഗിലെ റീസെന്റ് ഫോം വരികയും ആണ്. അതുപോലെ നാപ്പൊളി നമ്മൾ നോക്കാനായിട്ടാണ് ലാസ്റ്റ് 3 മാച്ച് ഡേയ്സിൽ 2 പോയിന്റ്സിൽ അവർ 3 മാച്ചസിൽ 2 ഡ്രോ ഒക്കെ പിടിച്ച് മേ ബി ജയിക്കേണ്ടതായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവരും ബോട്ടിൽ ചെയ്തു. ഇന്റർ മിലാൻ ഇതിനിടയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് മാച്ചുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷനും ഉണ്ട്. പിന്നെ കോപ്പ ഇറ്റാലിയ മാച്ച് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഇന്റർ മിലാൻ കൂടുതൽ മാച്ചുകൾ കളിച്ചു. പ്ലേയേഴ്സ് കൂടുതൽ ടയർഡാണ്. അതേസമയത്ത് നാപ്പൊളി ലീഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് 3 മാച്ചസിനിടെ 2 കളിയിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത നാപ്പൊളിക്ക് നല്ല അടി തന്നെയാണ്, വിത്തൗട്ട് എ ഡൗട്ട്. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെയാണ് ടോപ്പ് 4 റേസിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സിരിയയിൽ ഭയങ്കര ടൈറ്റാണ്. കാരണം സിരിയയിൽ ഇപ്പം 3rd പൊസിഷൻ മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. അതായത് 3ാമത് അറ്റ്ലാന്റ ഫിനിഷ് ചെയ്യുന്നുള്ള കാര്യം ഗ്യാരണ്ടീഡാണ്. 1st, 2nd ആരാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് 3rd, 4th ആരായിരിക്കും, 5th, 6th ആരായിരിക്കും എന്നുള്ള കാര്യത്തിലും സം കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ as things stands ഇപ്പം നിങ്ങൾക്ക് പോയിന്റ്സ് ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് AC മിലാന് മിറക്കിൾസ് വല്ലതും സംഭവിച്ചാൽ AC മിലാൻ കോൺഫറൻസ് ലീഗ് കളിക്കും. അതായത് 7th സ്പോട്ടിലോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. 6th, 7th സ്പോട്ടിലോട്ട് മേ ബി ലാസ്റ്റ് ഡേയിൽ ഫ്യോറന്റീനയും വൊളോഗ്നയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ ചാൻസ് ഉണ്ട്. പക്ഷേ വളരെ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം റോമ നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ AC മിലാനെ 3-1 തോപ്പിച്ച് 5th സ്പോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. സിരിയയ്ക്ക് ആയിരിക്കത്തില്ല 5ാമത്തെ സ്പോട്ടിൽ, ലലീഗയ്ക്ക് ആയിരിക്കും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇന്നലെ VRL ജയത്തോടുകൂടി അവർ സെലിബ്രേഷനും മറ്റുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗ് നേടി എന്നുള്ള രീതിയിൽ. 5th സ്പോട്ടിൽ ലലീഗയ്ക്കാണ് കിട്ടുന്നതെന്ന് കേൾക്കുന്നു. സിരിയയ്ക്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. ബട്ട് as things stands ടോപ്പ് 4 സിരിയ എന്ന് കയറത്തുള്ളൂ. 4th സ്പോട്ടിൽ ഇപ്പോൾ ഉള്ളത് യുവൻഡസ് ആണ്. യുവൻഡസ് 4th, റോമ 5th, ലാസിയോ 6th. ഈ 3 ടീമിനും ടോപ്പ് 4 കയറാനായിട്ട് സാധ്യതയുണ്ട് ലാസ്റ്റ് മാച്ചിലോട്ട് വരുമ്പോൾ. യുവൻഡസ് വെനസിയയ്ക്ക് അഗേൻസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് കളിക്കുക. അതേസമയത്ത് റോമ ടൊറീനോയ്ക്ക് അഗേൻസ്റ്റ് ആയിരിക്കും കളിക്കുക. അതുപോലെ തന്നെ ലാസിയോ പാർമയ്ക്ക് അഗേൻസ്റ്റ് ആണ് മറ്റോ കണ്ട ലാസിയോ കളിക്കുന്നത്. ഈ 3 മാച്ചസാണ് നടക്കാനായിട്ട് പോകുന്നത്. യുവൻഡസ് ജയിക്കുവാണെങ്കിൽ അവർ ടോപ്പ് 4 കൺഫേം ആക്കും. അതേസമയത്ത് യുവൻഡസ് ലാസിയോ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് മാച്ച് ജയിക്കുവാണെങ്കിൽ റോമയ്ക്ക് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 4th സ്പോട്ട് കയറും. ആൻഡ് റനിയറി വന്നതിന് ശേഷം ഇന്നലെ മിലാനെ 3-1 തോപ്പിച്ചാണ് റനിയറിയുടെ സൈഡ് എന്താ പറയുക 5th സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് ഇന്നലെ റനിയറിക്ക് ഒരു ഗ്രേറ്റ് സെൻഡ് ഓഫ് പോലത്തെ സംഭവങ്ങളൊക്കെ റോമ ഫാൻസ് സെറ്റ് ആക്കിയിരുന്നു. റോമയുടെ ലാസ്റ്റ് ഹോം മാച്ച് ആയിരുന്നു. റനിയറി ഈ സീസണിൽ റിട്ടയർ ആവുകയെന്നാണ് കേൾക്കുന്നത്.
പുള്ളി ഏറ്റെടുത്തപ്പോൾ 14ാം സ്ഥാനത്ത് വരുന്ന സൈഡാണ്. 3ാമത്തെ കോച്ചാണ് ഈ സീസണിലെ റാനിയറി. അവിടെ നിന്നാണ് പുള്ളി ഈ ഒരു പൊസിഷനിലോട്ട് റോമേനെ എത്തിച്ചത്. ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. പുറത്ത് സ്പോട്ടിലോട്ട് കയറുമായിരുന്നു. എന്തായാലും സിരിയ ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കോൺഫറൻസ് ലീഗ് പൊസിഷനിൽ മിലാൻ എത്തുമെന്നുള്ള, കോൺഫറൻസ് ലീഗിന് വേണ്ടി അവിടെ അടിയുണ്ട്, യൂറോപ്പ ലീഗിന് വേണ്ടി അവിടെ അടിയുണ്ട്. സോ ഐ തിങ്ക് ലാസിയോ, റോമ, ഈ യുവൻറ്റസ്, ഈ 3 ടീമിലെ ഏതെങ്കിലും 2 ടീമായിരിക്കും യൂറോപ്പ ലീഗ് കളിക്കാൻ പോകുന്നത്. കോൺഫറൻസ് ലീഗിന് വേണ്ടിയാണ് ഫ്യോറന്റീനയോ മിലാനോ ബൊളോഗ്നയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാനായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് പ്രീമിയർ ലീഗിൽ ഒന്ന് ടച്ച് ചെയ്യാനാണെങ്കിൽ ഇന്നലെ ആർസണൽ 1-0 ഒരു വിക്ടറി നമ്മൾ നോക്കാനായിട്ടാണ് നേടുകയുണ്ടായി ന്യൂക്കാസിലിൻ്റെ അഗേൻസ്റ്റ്. സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ന്യൂക്കാസിൽ 1-1 കളി തന്നെയായിരുന്നു. റയ വിത്തൗട്ട് എ ഡൗട്ട് 1-1 പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ആർസണലിന് വേണ്ടി. ആർസണൽ ഇന്നത്തെ വിജയത്തോടുകൂടി സെക്കൻഡ് സ്പോട്ട് ഗ്യാരണ്ടീഡ് ആക്കിയിട്ടുണ്ട്. സോ ഇന്നലെ ന്യൂക്കാസിൽ ജയിക്കുവാണെങ്കിൽ ന്യൂക്കാസിൽ സെക്കൻഡ് കയറിയാണ്. എന്തായാലും പ്രീമിയർ ലീഗിൽ ടോപ്പ് 2 ഓക്കെ ആയി. പ്രീമിയർ ലീഗിൽ അടുത്ത 3 സ്പോട്ടാണ്. ഡെക്ലൻ റൈസിൻ്റെ ഗോളാണ് ഇന്നലെ ആർസണലിൽ വിജയം നേടിക്കൊടുത്തത്. ബട്ട് ഇന്നത്തെ അടുത്ത 3 സ്പോട്ട് ഏതായിരിക്കും എന്നാണ് കൺഫ്യൂഷൻ. ന്യൂക്കാസിൽ, സിറ്റി ക്ലിയർ ഫേവറേറ്റ്സ് ആണ് ടോപ്പ് 5 കയറാനായിട്ട്. സിറ്റിക്ക് 2 ഗെയിമുണ്ട്, സിറ്റിക്ക് 2 ഗെയിംസ് ഇന്നായിട്ടുണ്ട്. സോ മേ ബി ഒരു വിന്നും ഒരു ഡ്രോയും മതിയായിരിക്കും ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ. ന്യൂക്കാസിൽ, ചെൽസി, ആസ്റ്റൺ വില്ല 3 പേരും 66 പോയിന്റിലാണ്. നോട്ടിംഗം ഫോറസ്റ്റും തൊട്ടുകൂടെയാണ്. നോട്ടിംഗം ഫോറസ്റ്റിന് ലാസ്റ്റ് മാച്ച് ജയിച്ചാൽ അവർക്കും കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റ് റിസൾട്ടുകൾ ഫേവറബിൾ ആയിട്ട് പോയി. സോ അസ് തിങ് സ്റ്റാൻഡ്സ് ഈ 4 ടീമിൽ ഏത് ടീമിനും 2 സ്പോട്ട് കിട്ടാം. 5 ടീമുണ്ട്. ന്യൂക്കാസിൽ, ചെൽസി 5 ടീമുണ്ട്. സോ ഈ 5 ടീമിലെ ഏത് ടീമിനും ആ 2 സ്പോട്ട് കിട്ടാം. സോ ആസ്റ്റൺ വില്ല മാൻ യുണൈറ്റഡ് എവയാണ് ലാസ്റ്റ് മാച്ച് കളിക്കാനായിട്ട് പോകുന്നത്. ന്യൂക്കാസിൽ എവർട്ടൺ അഗേൻസ്റ്റ് ഹോമിലാണ് കളിക്കാൻ പോകുന്നത്. ചെൽസിക്ക് നോട്ടിംഗം ഫോറസ്റ്റ് എവയാണ്. സിറ്റിക്ക് അവശേഷിക്കുന്ന 2 മാച്ച് ബോൺമുത്ത് എവയും ഫുള്ളാമിനെ ഹോമും ആണെന്ന് തോന്നുന്നു. സോ ഇങ്ങനത്തെ മാച്ചുകളാണ് അവശേഷിക്കുന്നത്. ഇതിലെ സിറ്റി ഷുഡ് ഗോ ത്രൂ ഫിക്സ്റ്റേഴ്സ് വെച്ച് സിറ്റിക്ക് കടന്നേ പറ്റും. കിടക്കണം ഫേവറബിൾ ആണ് സിറ്റിക്ക് കാര്യങ്ങൾ. അതേസമയത്ത് ന്യൂക്കാസിലിന് എവർട്ടൺ നമുക്കറിയാം അത്യാവശ്യം നല്ല റണ്ണിലാണ്, ഈസി ആയിട്ടൊരു ഫിക്സ്ചർ അല്ല. ആസ്റ്റൺ വില്ല, യുണൈറ്റഡ്, ഏത് യുണൈറ്റഡ് ആണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. സോ ചെൽസി, നോട്ടിംഗം ഫോറസ്റ്റ് അത് ഓൾമോസ്റ്റ് ഒരു നോക്കൗട്ട് മാച്ചുമാണ്. സോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ്സ് ആരാന്ന് ചോദിച്ചാൽ ഐ തിങ്ക് സിറ്റി, ന്യൂക്കാസിൽ ആൻഡ് ചെൽസി വിൽ ഗോ ത്രൂ എന്നൊരു ഫീലാണ് എനിക്ക് ഇപ്പോഴുള്ളത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക. എന്തായാലും പ്രീമിയർ ലീഗ് ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടുന്ന് ലലീഗ ഒന്ന് ടച്ച് ചെയ്ത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ കാര്യങ്ങൾ കുതിരൊന്നും പറയാനില്ല. ഇന്നലെ 2 ജയൻസ് ജയിച്ചപ്പം ചാമ്പ്യന്മാർ തോറ്റു. സോ ഇന്നലെ ബാർസലോണ 3-2 VRL ഹോമിൽ തോറ്റത്. സോ ഇന്നലെ 2 ടീമും സെലിബ്രേറ്റ് ചെയ്തു. ബാർസ കപ്പ് നോക്കി സെലിബ്രേറ്റ് ചെയ്തു. VRL ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കൺഫേം ആക്കി സെലിബ്രേറ്റ് ചെയ്തു. 5th സ്പോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആന്റണിയുടെ ബെറ്റിസ് ഇന്നലെ 6th സ്പോട്ടിലോട്ട് പോയി. ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് 4-1 തോൽവിക്ക് ശേഷം ഇന്നലെ ബാർസലോണയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ബാർസലോണ കളിച്ചു, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് ഡിഫെൻസീവ്ലി ബാർസയുടെ വൾണറബിലിറ്റീസ് വീണ്ടും എക്സ്പോസ്ഡ് ആയ ഒരു മത്സരം. മെയിൻലി സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യുന്ന കാര്യത്തിലും പിന്നെ റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിലും ബ്ലൈൻഡ് സൈഡ് റൺസ് അഥവാ നമ്പർ ഓഫ് റണ്ണേഴ്സ്. ഇപ്പോൾ ലാസ്റ്റ് മാനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ പറയുന്നുണ്ട് ലാസ്റ്റ് മാനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് റണ്ണേഴ്സിൻ്റെ, അതായത് ലാസ്റ്റ് മാനെ വെച്ച് ഡമ്മിയായിട്ട് നിർത്തി മറ്റ് ഒപ്പോണൻസ് നടത്തുന്ന റൺസ് നമ്മൾ പ്രോപ്പറായി ട്രാക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്നലെ നമ്മളെ ഹിറ്റ് ചെയ്തത്. സോ VRL വിൻ ഡിസർവ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അവർ അതിനുള്ള ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇന്നലെയും 3 ഗോൾ അടിച്ചു. 3 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എടുത്ത് 3 കൺവേർട്ട് ചെയ്തു. നമ്മൾ യമാലും കൂട്ടരുമൊക്കെ 1-1 കളി കളിച്ചു. പക്ഷേ എന്നാലും ഫൈനൽ തേർഡിൽ നമ്മളൊരു 10 ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ ഒരു 5 കയറ്റാൻ നോക്കണം. നമ്മൾ 10 ക്രിയേറ്റ് ചെയ്താൽ 2-3 കയറ്റുന്നുള്ള ആ അവസ്ഥയാണ് ഇപ്പോൾ. ഇന്നലെയാണ് ഫെർമിൻ്റെ യമാലിലെ 2 ബ്യൂട്ടിഫുൾ ഗോൾസാണ് ബാർസലോണയ്ക്ക് ലീഡ് നേടി കൊടുത്താണ് 1-0 പുറകെ പോയതിനു ശേഷം. പക്ഷേ പിന്നീട് 2 ഗോൾ സെക്കൻഡ് ഹാഫിൽ അടിച്ച് അവർ ഗെയിം പിടിക്കുകയായിരുന്നു. സോ കൂടുതലൊന്നും മാച്ചിനെ കുറിച്ച് പറയാനായിട്ടില്ല. മേ ബി നെക്സ്റ്റ് സീസൺ ഒരു പുതിയ കീപ്പർ വേണം എന്നുള്ള എൻ്റെ ഗ്ലിംസസ് തന്നിട്ടുണ്ട്. പിന്നെ മേ ബി ഒരു വിങ്ങർ അത്യാവശ്യമാണ്, ഒരു സ്ട്രൈക്കറും വേണം. ലെവൻഡോസ്കി പരിക്ക് മാറി വന്നതിന് ശേഷം നല്ല ഡിപ്പിൻ ഫോമാണ്. അത് ഇന്നലെയും കാണാനുണ്ടായിരുന്നു. പിച്ചിച്ചി കയ്യിൽ നിന്ന് പോയി. ലാസ്റ്റ് മാച്ച് ഡേയിൽ എംബാപ്പെ ഗോൾ അടിക്കാതിരിക്കുകയും മിനിമം 5 ഗോൾ അല്ലെ 4 ഗോൾ മിനിമം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയ്ക്ക് അഗേൻസ്റ്റ് ലെവൻഡോസ്കി അടിക്കുകയും വേണം. സോ എംബാപ്പയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ എംബാപ്പയുടെ ഗോളും അതുപോലെ ബെല്ലിംഗമിൻ്റെയും ഗോളിൽ 9 മാൻ സെവിയയ്ക്ക് അഗേൻസ്റ്റ് റയൽ മാഡ്രിഡ് 2-0 ഒരു വിക്ടറി നേടി. സെവിയ 9 പേരുമായി ചുരുങ്ങിയിരുന്നു മത്സരത്തിൽ. ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ലോയിക് ബാഡയ്ക്ക് ലാസ്റ്റ് മാൻ ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു. മേ ബി അതൊരു കോൺട്രവേഴ്ഷ്യൽ ആണ്. പക്ഷേ രണ്ടാമത്തേത് ക്ലിയർ റെഡ് കാർഡാണ്. ഫസ്റ്റ് വൺ സോഫ്റ്റ് ടച്ചാണ്, മറ്റേതാണ് മറിച്ചാണ്. ഇപ്പം മറ്റേ ബാർസയുടെ മാച്ചിന് ഇതൊക്കെ ഇട്ട് കുറേ ആർഗ്യുമെൻറ്റ് ട്വിറ്ററിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് റഫറി സ്കോളാണ്, റഫറിക്ക് കൊടുക്കാൻ ഉള്ള എല്ലാ അധികാരമുണ്ട്. സോ അവിടെ ഷട്ടി പുള്ളുണ്ട്, ഷട്ടി പിടിക്കുന്നുണ്ട്. സോ അത് സോഫ്റ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ബട്ട് 10 പേരുമായി സെവിയ ചുരുങ്ങി, പിന്നീട് 9 പേരുമായി ചുരുങ്ങി. എംബാപ്പയും അതുപോലെ ബെല്ലിംഗമും ഗോൾസ് സ്കോർ ചെയ്തു.
ആൻഡ് റയൽ മാഡ്രിഡ് ഇന്നലെ അത്യാവശ്യം റൊട്ടേഷനായിട്ടാണ് ഇറങ്ങിയത്. ജേക്കബ് ഒറാമോ റൊട്ടേഷൻ അല്ല, അവർക്ക് ഇഞ്ചറിയാണ് മെയിൻ വിഷയം. ജേക്കബ് ഒറാമോനും അതുപോലെ തന്നെ വലേഹോ ഒക്കെ ആയിരുന്നു ബാക്കിൽ നിന്ന്. വലേഹോ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. ജേക്കബ് ഒറാമോൻ്റെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, പക്ഷേ വലേഹോ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. അല്ല, എംബാപ്പെ ഒരു ഒന്നൊന്നര ഫിനിഷ് ആണെന്നും പറയാനില്ല, കിടിലം ഫിനിഷ് ആയിരുന്നു എംബാപ്പയുടെ. അതുപോലെ ലൂക്ക മോഡ്രിച്ചിൻ്റെ പെർഫോമൻസ് പറയണം. ഈവൻ അറ്റ് ദി സ്റ്റേജ് ശരിയാണ്, ഹൈ ഇൻറ്റൻസ് ഗെയിമിൽ മോഡ്രിച്ച് ചില സമയത്ത് ഇതാവാറുണ്ട്, മേ ബി ഈസ് നോട്ട് ഫിറ്റ് ടു സ്റ്റാർട്ട്. പക്ഷേ ഈ ഒരു ഏജിലും ഇന്നലെ ആണെങ്കിലും സെവിയൊക്കെ അഗേൻസ്റ്റ് പുള്ളിയുടെ ഒരു ടെറിട്ടറി ആയിരുന്നു. ഇന്നലെ എന്തുമാത്രം ചാൻസ് ആണ് മോഡ്രിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതെന്ന് പറയാം. പിച്ചർ ഒന്നൊന്നര കളിയായിരുന്നു മോഡ്രിച്ചിൻ്റെ. ബട്ട് മേ ബി ടൈം ടു മൂവ് ഓൺ. പുള്ളി മിക്കവാറും കോൺട്രാക്ട് റിന്യൂ ചെയ്യത്തില്ല എന്നാണ് കേൾക്കുന്നത്. പുള്ളിക്ക് നിൽക്കണമെന്ന് തന്നെ ആഗ്രഹം തോന്നുന്നു. സോ ചാവി അലോൺസോയുടെ കോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ചാൻസിനെ കുറിച്ച് സംസാരിക്കണം. ബെറ്റിസിൻ്റെ ആൻ്റണിയുടെ ആൻ്റണി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തില്ല, ബെഞ്ചിൽ നിന്ന് സെക്കൻഡ് ഹാഫ് ഇറങ്ങുമായിരുന്നു. ആ ആൻ്റണീനെ നമ്മൾ ബെറ്റിസിനെ നോക്കാനായിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് 4-1 തോപ്പിച്ച് വിട്ടിട്ടുണ്ട്. യൂലിയൻ അൽവാറസിൻ്റെ ഒരു ഒന്നൊന്നര ഫ്രീ കിക്ക്, ഒന്നും പറയാനില്ല, കിഡിലൻ സാധനമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കൊറയ ഒരു ഗോൾ, ലാസ്റ്റ് ഗോൾ 4ാമത്തെ ഗോൾ അൽവാറസിൻ്റെ അസിസ്റ്റ് സ്കോർ ചെയ്യുകയും ചെയ്തു. കൊറയുടെ ലാസ്റ്റ് മാച്ചായിരുന്നു ഫോർ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടിൽ. സോ ആള് റിയലി ഇമോഷണൽ ആയിരുന്നു. പുള്ളി എനിക്കൊന്ന് മെക്സിക്കോയിലെ ഏതൊരു ക്ലബിലോട്ട് നീങ്ങുവാണ് അടുത്ത സീസണിലെ, എല്ലാം ഡണ്ണാണ്. സോ നമുക്ക് നോക്കാം. അതുപോലെ അൽവാറസിൻ്റെ ഡബിളും ഒരു അസിസ്റ്റുമാണ് കളി. ഇപ്പോൾ കുറേ ആയിരുന്നു, ഒരു ഗോൾ സ്കോർ ചെയ്ത, പിന്നെ റോബിൻ ലീ നോർമാൻഡ് മറ്റൊരു ഗോൾ സ്കോർ ചെയ്തു. സോ 4 ഗോൾ അടിച്ചു. അപ്പുറത്ത് ഫോർലാൻഡ്സിലൂടെ ഒരു കിഡിലൻ ഗോൾ ബെറ്റിസ് അടിച്ചാണ്, പക്ഷേ ദാറ്റ് വാസ് നോട്ട് ഇനഫ്. 2-1 ആക്കിയതാണ്, പക്ഷേ 2 ഓണം തിരിച്ച് അത്ലറ്റിക്കോ കയറ്റി കളി കയ്യിലാക്കുമായിരുന്നു. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് തേർഡ് സ്പോട്ട് തന്നെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. മേ ബി നെക്സ്റ്റ് സീസൺ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് അത്ലറ്റിക്കോ വരുമോ നോക്കാം. ഇന്നലെ ഡിപ്പോളിൻ്റെ ഒക്കെ ഒരു ഒന്നൊന്നര മത്സരം തന്നെയാണ്. ഡിപ്പോൾ ക്ലബ്ബ് വിടാനുള്ള സാധ്യത കൂടി വരുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതർ റിന്യൂ ദ കോൺട്രാക്ട് ഓർ ലീവ് ദ ക്ലബ്, അതാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഡിമാൻഡ് എന്ന് കേൾക്കുന്നു. സോ ഇന്റർ മിലാൻ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. ഇന്നലെ ആണെങ്കിലും ഗ്രീസ്പാൻ യൂലിയാനോ സിമിയോണി കോമ്പിനേഷനിൽ അൽവാറസിൻ്റെ സെക്കൻഡ് ഗോൾ സെറ്റപ്പ് ചെയ്ത സൂപ്പർ മൂവ് ഒക്കെ ആയിരുന്നു. സോ ഡിസർവിങ് വിൻ ഫോർ അത്ലറ്റിക്കോ, തേർഡ് സ്പോട്ട്. മേ ബി നെക്സ്റ്റ് സീസൺ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് അത്ലറ്റിക്കോ വരട്ടെ. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും. ബൈ.